അതൊന്നും ഞാനിപ്പോ ആലോചിച്ചിട്ടില്ല. എനിക്ക് നീ അറിയേണ്ടത് ജനങ്ങൾ എവിടെ നിൽക്കുന്നതാണ്. അതൊന്നും അറിയണല്ലോ. ഞാനിങ്ങനെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ സാമൂഹ്യ സംഘടനയൊക്കെ പ്രഖ്യാപിച്ചിട്ട് ബാക്കിൽ ആള് വേണ്ടേ ഇത് കൊണ്ടുനടക്കാൻ? ഈ പറയുന്ന വിഷയങ്ങളോട് ജനങ്ങൾ യോജിക്കുന്നുണ്ടാവുന്ന അറിയാനാ ഗൂഗിൾ ഫോം ഇട്ടത്. നോക്കട്ടെ, ഒരാഴ്ച ഞാനൊന്ന് എന്റെ ജില്ലയിലൊന്ന് കറങ്ങി നോക്കട്ടെ, എന്താണ് പ്രതികരണം എന്നറിയട്ടെ, അതിനുശേഷം തീരുമാനിക്കും. അത്രേ ഉള്ളൂ. അല്ല, അതൊക്കെ നമുക്ക് ആലോചിക്കായികയൊന്നുമില്ല. ഇതിന് ഒരു എൻഡ് വേണ്ടേ? ജനം അതിന് തയ്യാറുണ്ടെങ്കിൽ ആ രീതി തന്നെ ഞാൻ ആലോചിക്കും. ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരിപൂർണമായ സെക്കുലർ സ്വഭാവമുള്ള ഒരു എന്താ പറയാ ഒരു സോഷ്യൽ സംഘടനയെ കുറിച്ച് ഞാൻ ആലോചിക്കും. ആളുണ്ടെങ്കിൽ, ആ തരത്തിൽ ആളുണ്ടെങ്കിൽ, അത്രേ ഉള്ളൂ. രാഷ്ട്രീയ യുവാക്കൾ പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ യുവാക്കളുടെ പിന്തുണയാണ് അങ്ങേക്ക് കൂടുതൽ ഉള്ളത്. ഈ പരിപാടിക്ക് വരും എല്ലാ പിന്തുണയും എന്ന് പറഞ്ഞ യുവാക്കളുടെ പിന്തുണയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ഉണ്ടാവുമായിരിക്കും. അത് കഴിയുമ്പോൾ കർഷകർ വരും, അത് വരുമ്പോൾ കർഷക തൊഴിലാളികൾ വരും. ഞാൻ ഈ മലയോര മേഖലയിൽ വിശ്വസിച്ച് ഞാൻ ഏറ്റെടുക്കാൻ പോവാണ്. ഞാൻ അനവധി തവണ കേരളത്തിലെ നിയമസഭയിൽ ഈ വന്യമൃഗശല്യം ഈ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാ. ഒരു ചുക്കും നടന്നിട്ടില്ല. എന്ത് പറഞ്ഞാലും പറയും കേന്ദ്രം എന്ന്. സ്റ്റേറ്റ് എടുക്കേണ്ട നിലപാട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെന്ത് നിങ്ങൾ കണ്ടല്ലേ? 15.5 കോടി രൂപ മുടക്കുമ്പോ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ 5 കോടി ഇല്ല. അവർക്ക് കെട്ടിടങ്ങൾ ഉണ്ടാക്കി, അവരെ AC റൂം ഉണ്ടാക്കി കിടന്നുറങ്ങാൻ ഉദ്യോഗസ്ഥന്മാർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക. മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങുമ്പം നമ്മൾ ഈ മറ്റേ ഈച്ചയൊക്കെ കൊല്ലൂലേ, അതുപോലെ ആന ചവിട്ടി ഞെരക്കുക. ആർക്കാ വികാരം? DFO ചോദിക്കുക 10 ലക്ഷം കിട്ടുന്നില്ലേ? ആര് അഡ്രസ് ചെയ്യുന്നുണ്ട്? എവിടെ പ്രതിപക്ഷം? എവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കർഷക സംഘടനകൾ? 1-2 സമരമൊക്കെ നടത്തി, മതിയോ? വിഷയം എന്റർടൈൻ ചെയ്യണ്ടേ? 10-60 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? നിയമസഭയിൽ പറയാൻ പറ്റും, പാർട്ടിയോട് പറയാൻ പറ്റും, പിന്നെന്താ പറയാൻ പറ്റുക? പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് സുപ്രീം കോടതിയിൽ പോലെ ആ സുപ്രീം കോടതിയിൽ ഞാൻ റിട്ട് കൊടുത്തു, അതിന്റെ കോപ്പിയാണ് തന്നത്. ഇനി ഇതാ ഹൈക്കോടതിയിൽ പോകാനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിലപ്പുറം ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? ഇത് കണ്ടു നിൽക്കുകയാണ്. ഒരു തുള്ളി കണ്ണുനീര് പൊട്ടണ്ടേ ഈ രാഷ്ട്രീയക്കാരന്റെ കണ്ണിൽ നിന്ന്? ഈ പാവപ്പെട്ട കർഷകന്റെ ഈ അവസ്ഥ കാണുമ്പോൾ കാട്ടിൽ പോയിട്ട് മരിക്കുമ്പം അവർക്ക് ന്യായമുണ്ട്. വീട്ടിൽ കിടന്നുറങ്ങനെയാണ് ഈ ചവിട്ടി തേക്കുന്നത്. പന്നി കോരി എറിയ ബൈക്കിൽ പോകുമ്പം കുട്ടികളും മക്കളുമായിട്ട്. ഈ പന്നിനെ വളർത്താനാണോ ഈ ഡിപ്പാർട്ട്മെന്റ്? ഇതാണ് ആവാസ വ്യവസ്ഥ? ചോദിക്കണ്ടേ? മലയോര റോഡടക്കം എല്ലാ റോഡുകളും തടസ്സപ്പെട്ട് കിടക്കുക. ഇത്ര തന്നാ മതി, ഒരടി തരൂല്ലവര്. 145 കോടി റുപ്യന്റെ പ്രൊജക്ട് നിലമ്പൂരിൽ കിടക്കുക. ഇവർ തരാത്തോണ്ട് 5 സെന്റിലെ പാവങ്ങൾ ഫ്രീ ആയിട്ടാ 1 സെന്റും 1.5 സെന്റും മലയോര ഹൈവേക്ക് തരുന്നത്. റോട്ടിൽ നിന്ന് വീട്ടിലേക്കാ കയറുന്നത്. മുറ്റം എന്ന് പറയുന്ന ആകെ 1.5 മീറ്റർ 2 മീറ്റർ ഉണ്ടായിരുന്നത്. അതും പോയി മുറ്റത്തിന്റെ മതിലിന്റെ ചുമരും വീടിന്റെ ചുമരും ഒന്നാ. റോട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി പാവങ്ങൾ തരുന്നുണ്ട്. എന്നിട്ട് നാട്ടിലെ മുഴുവൻ മരം മുറിച്ച് ഈ കെട്ടിടം മുഴുവൻ ഉണ്ടാക്കി. അതിന് യാതൊരു ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നമില്ല. ഇതെന്ത് നീതിയാ? എന്താ ആരും മിണ്ടാത്തത്? എനിക്ക് കുറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതിന്റെ അകത്തായതുകൊണ്ട്. പിന്നെ പുറത്താക്കി എന്നല്ല പറഞ്ഞത്. ഇനി തീപ്പന്തം പോലെ ഞാൻ കത്തും. എനിക്കൊരാളിതിൽ പഠിക്കേണ്ട കാര്യമില്ല. ഇനി ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞ